കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 67. രചന ശാലിനി ഇ.എ. ഐസ് വെള്ളത്തിൽ വീണ തുണിക്കഷ്ണം കയ്യിൽ പിടിച്ചാൽ എന്താകും അവസ്ഥ? അങ്ങനെയൊരു അവസ്ഥയിലായിരുന്നു കാർത്തി അപ്പോൾ. തൻ്റെ കൈവെള്ളിലിരിക്കുന്ന ചില്ലുവിൻ്റെ കൈത്തരം ഐസ് വെള്ളത്തിൽ മുക്കിയതുപോലെ തോന്നിച്ചു. മണ്ഡപം 3 വലത്ത് വെച്ച് തിരിയുമ്പോൾ ഒരു വേള അവൻ്റെ മിഴികൾ അവളിൽ തങ്ങി നിന്നു. ഭംഗിയുള്ള നീർമിഴികളിൽ നിന്നും മേനീർക്കണങ്ങൾ ഇറ്റി വീഴുന്നത് കാണുക അവന് തൻ്റെ ഹൃദയം നുറുങ്ങുന്നത് പോലെ തോന്നി. വേണ്ടായിരുന്നു, മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് തുള്ളേണ്ടിയിരുന്നില്ല. ഇന്ന് തൻ്റെ താലി ഏറ്റുവാങ്ങിയിരിക്കുന്നവൾ തൻ്റെ ഭാര്യ എന്നതിലുപരി തൻ്റെ ജീവനാണ്, ശ്വാസമാണ്. അവൾ ജീവിതത്തിൽ ഒരിക്കലും കരയരുതെന്ന് കരുതിയല്ലേ താൻ ഈ കളികളൊക്കെ കളിച്ചത്? എന്നിട്ട് പോയി എന്താണ് താൻ കാണുന്നത്? തൻ്റെ കൂടെ ജീവിക്കുന്ന ഓരോ നിമിഷവും അവൾക്ക് താൻ കൊടുക്കുന്നത് കണ്ണീര് മാത്രമായിരിക്കുമോ? തനിക്കൊരിക്കലും സ്വാർത്ഥമായ സ്നേഹമായിരുന്നില്ല അവളോട്. എവിടെയാണെങ്കിലും മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പലപ്പോഴും തന്നിലേക്ക് ചേർന്ന് വരുന്നവളെ അടക്കി പിടിക്കാൻ തോന്നിയിട്ടുണ്ട്. അതുപോലും അവളിൽ വേദനയുണ്ടാക്കുമല്ലോ എന്ന് കരുതി താൻ അറിയാതെ പോലും അവളെ സ്പർശിച്ചിട്ടില്ലല്ലോ. ചില്ലുവിൻ്റെ കൈക്കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ആ സ്റ്റേജിൽ നിന്നും ഇറങ്ങിയോടാൻ തോന്നി കാർത്തിക്ക്. എന്നാൽ കാലുകൾക്ക് കൂച്ചുവിലങ്ങിട്ടതുപോലെ അവൻ തളർന്നു നിന്നു. ഭക്ഷണം കഴിക്കാൻ പോലും നിൽക്കാതെ നന്ദ തിരികെ പോയപ്പോൾ നദി തീർത്തും തനിച്ചായി. അവളെ ഒറ്റപ്പെടുത്താത്ത രീതിയിൽ ബദ്രി അവൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും കാർത്തി ചില്ലുവിനെ തന്നെ നോക്കുകയായിരുന്നു. ഇലയിലെ ചോറിൽ വിരലിട്ട് ഇളക്കുക എന്നതല്ലാതെ ഒരു വറ്റുപോലും അവൾ കഴിച്ചിട്ടില്ല. ആ നിമിഷം അവൻ്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തിയത് ദേഷ്യമാണോ സങ്കടമാണോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു. മകളെ കാർത്തിയോടൊപ്പം യാത്ര അയക്കുമ്പോൾ സത്യപ്രതാപൻ്റെയും രേണുകയുടെയും ഉള്ളം പൊടിയുന്നുണ്ടായിരുന്നു. ബദ്രി സത്യത്തിൽ വിഷമങ്ങൾ ഒന്നും അറിയുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം അവന് കിട്ടുന്നില്ല എന്നതാണ് സത്യം. എപ്പോഴും നദിയിലേക്ക് മാത്രമായിരുന്നു അവൻ്റെ ശ്രദ്ധ. ചില്ലുവിനെ യാത്രയയക്കാൻ കാറിനടുത്ത് വരെ പോകുമ്പോഴും അവൻ്റെ കൈകൾ നദിയെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വേള അവനിൽ നിന്നവൾ കൈവിട്ട് പോയത് അവൻ പോലും അറിഞ്ഞില്ല. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കാർത്തി കയറിയിരുന്നതും ചിലങ്ക ബാക്ക് ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറി. അച്ഛനും അമ്മയും ബദ്രിയും മഹാദേവനും ഫ്രണ്ടിലേക്ക് കയറാൻ അവളെ നിർബന്ധിച്ചെങ്കിലും എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് കയറിയിരുന്നതും അവൾ സീറ്റിലേക്ക് ചെരിഞ്ഞു കിടന്നു. രാമേട്ട, നമുക്കിറങ്ങാം. അവർ അവിടെ എത്തുമ്പോഴേക്കും നമുക്കെത്തണ്ടേ? മഹാദേവനും രാമേട്ടനും കാറിൽ കയറിയിരുന്നതും ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്തു. ഒരു നിമിഷം അയാളുടെ മെയ്കൾ നദിയിൽ ചെന്ന് നിന്നു. എന്നാൽ ഗഹനമായ ചിന്തയിൽ മുഴുകി നിൽക്കുന്നവൾ അതൊന്നും അറിഞ്ഞില്ല. ആദ്യം മഹാദേവൻ്റെ കാറാണ് കോമ്പൗണ്ടിൽ നിന്നും പുറത്തേക്ക് പോയത്. കാർത്തി കാർ സ്റ്റാർട്ട് ചെയ്തതും എന്തോ ഓർത്തതുപോലെ ബദ്രി ഗ്ലാസ്സിൽ തട്ടി. ഗ്ലാസ് താഴ്ത്തിയതും എന്താണെന്ന ചോദ്യം വന്നു. കാർത്തി, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. കുറച്ചു മാറി നിൽക്കുന്ന നദിയെ ഒന്ന് പാളി നോക്കിക്കൊണ്ടാണ് ബദ്രി പറഞ്ഞത്. എൻ്റെ മനസ്സ് ഇപ്പോൾ എൻ്റെ കൈപ്പിടിയില്ല ബദ്രി. അതുകൊണ്ട് നീ എന്തു പറഞ്ഞാലും അതൊന്നും എൻ്റെ തലയിലേക്ക് കയറില്ല. കാർത്തി, ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു കാര്യമല്ല. നീ ഇത് കേട്ടേ പറ്റൂ, ഒരു തീരുമാനമെടുത്തേ പറ്റൂ. അത്രയ്ക്ക് സീരിയസ് മാറ്റർ ആണെങ്കിൽ നീ ഒരു വോയിസ് മെസ്സേജ് ഇട്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കേൾക്കാം. പിന്നീടൊന്നും ബദ്രി പറഞ്ഞില്ല. അവൻ തിരിഞ്ഞു നോക്കിയതും നദി നിന്നിടം ശൂന്യം. ഉള്ളിലൊരു ആന്തലുമായവൻ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് ഓടി. ഓരോ ചെയറുകൾക്കിടയിലും മെഴികൾ ഓടിക്കവേ അവനെ തന്നെ നോക്കി ഒരു മൂലയിലിരിക്കുന്നവളെ അവൻ കണ്ടു. ഒരു ആശ്വാസം ഗ്യാസ് ട്രബിൾ പോലെ നെഞ്ചിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോയി. അവൻ മൂക്കിൻ തുമ്പിൽ വിരൽ വെച്ച് കുറച്ചു നേരം താഴേക്ക് നോക്കി നിന്നു. പിന്നെ പതിയെ അവളുടെ അരികിൽ ചെന്നിരുന്നു. പേടിച്ചോ?
ചെവിക്കരികിൽ പതിഞ്ഞ സ്വരം കേട്ടതും മറുപടിയൊന്നും പറയാതെ അവൻ അവളിലേക്കൊന്ന് നോക്കി. സാർ എന്നെ നോക്കിയിരിക്കേണ്ട, ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു നിമിഷം എൻ്റെ മേലുള്ള കണ്ണു മാറിയില്ലേ. ജീവിതം അടുത്തു കഴിഞ്ഞവളാണ് ഞാൻ. എനിക്കിപ്പോൾ എന്നെ തന്നെ ഇഷ്ടമല്ല. മുന്നിലെ ചെയറിൽ ഇരു കൈകളും അമർത്തിപ്പിടിച്ചാണ് അവൾ പറയുന്നത്. അവൻ്റെ വലതുകരം അവളുടെ കരങ്ങൾക്കു മേലെ അമർന്നു. കാർത്തിയുടെ റൂമിൽ നിന്നും അവൻ്റെ ഡയറി എടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തത് നീയാണോ? എന്നോട് അങ്ങനെ ഒരു സഹായം ചെയ്യാൻ അങ്കിൾ പറഞ്ഞു. ഇത്രയും നാളും എന്നെ പോറ്റിയ ഒരാളല്ലേ, അനുസരിക്കാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടെന്താ, രഹസ്യങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞില്ലേ? അബോധാവസ്ഥയിൽ കിടക്കുന്ന എന്നെ കാണാൻ ICUവിൻ്റെ ഉള്ളിൽ കയറി വന്നത് മുതൽ അതിൽ എഴുതിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം മോർച്ചറിയിൽ കയറി അമ്മയെ കണ്ടതും അതിൽ എഴുതിയിട്ടുണ്ട്. സ്വന്തം അമ്മയുടെ കർമ്മങ്ങൾ നടക്കുമ്പോൾ, അതും ഒരു മകനെ പ്രസവിച്ച അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ സ്വന്തം വീട്ടിലെ പട്ടുമെത്തയിൽ കിടക്കുകയായിരുന്നില്ലേ ആ മകൻ? പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയോ സാറിന്? പും എന്നാൽ നരകം. നരകത്തിൽ വീഴാതെ ത്രാണണം ചെയ്യുന്നവനാണത് പുത്രൻ. എൻ്റെ അമ്മയ്ക്ക് കിട്ടാത്തതൊന്നും എനിക്ക് വേണ്ട സർ. അച്ഛനെയും വേണ്ട, ഏട്ടനെയും വേണ്ട, പണവും പദവിയും സൗഭാഗ്യങ്ങളും ഒന്നും വേണ്ട, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും വേണ്ട. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ കണ്ണുനീർ കവിളിലൂടെ നീർച്ചാലുകൾ തീർത്തു താഴോട്ടൊഴുകി. നിന്നെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല നദി. പക്ഷേ ഒന്ന് ഞാൻ പറയാം, നിൻ്റെ അച്ഛനും ഏട്ടനും തെറ്റുകാരല്ല മോളെ. പിന്നെ എൻ്റെ അമ്മയാണോ തെറ്റുകാരി? പറ, എൻ്റെ അമ്മയാണോ തെറ്റുകാരി? അവനെ തുടർന്ന് പറയാൻ അനുവദിക്കാതെ അവൾ ഇടയിൽ കയറി. നിൻ്റെ അമ്മ ഒരു പാവമായിരുന്നു. പറയാൻ ഒരുപാടുണ്ട് കുഞ്ഞെ. ഞാൻ നിന്നോടെല്ലാം നാളെ പറയാം. പറയുന്നത് കേൾക്കാതെ നീ എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കരുത്, എൻ്റെ അപേക്ഷയാണ്. രണ്ടുപേരെയും തിരഞ്ഞുകൊണ്ട് ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് വരുന്ന സത്യപ്രതാപനെ കണ്ടതും രണ്ടുപേരും സീറ്റിൽ നിന്നും എഴുന്നേറ്റു. വാ, വീട്ടിൽ പോകാം. അയാൾക്ക് പിന്നാലെ നദിയുടെ കൈയും പിടിച്ച് ബദ്രി നടന്നു. തിരുനന്തനത്ത് കാർ നിർത്തി ഇറങ്ങുമ്പോൾ തന്നെ കാർത്തി കണ്ടു പൂമുഖവാതിൽ തുറന്നിട്ട് ഉമ്മറത്ത് തന്നെ നിൽക്കുന്ന അച്ഛനെയും രാമേട്ടനെയും. കാർത്തി കാറിൽ നിന്നും ഇറങ്ങി ബാക്ക് ഡോർ തുറന്ന് ചിലങ്കയെ വിളിച്ചു. കരഞ്ഞു വീർത്ത മുഖവുമായാണ് ചിലങ്ക കാറിനുള്ളിൽ നിന്നും ഇറങ്ങിയത്. നിലവിളക്ക് കൊടുത്ത് കയറ്റാൻ ആ വീട്ടിൽ സ്ത്രീകൾ ആരുമില്ലല്ലോ. രണ്ടുപേരും കയറി വാ. മഹാദേവൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. തല ഉയർത്താതെ തന്നെയാണ് ചിലങ്ക വീടിനുള്ളിലേക്ക് കയറിയത്. ഹാളിലേക്ക് കയറിയതും അവൾ മുത്തശ്ശനും മുത്തശ്ശിയും ഉപയോഗിച്ചിരുന്ന റൂമിലേക്ക് കയറിപ്പോയി. കുറച്ചു നേരം അവൾ അവിടെ വിശ്രമിക്കട്ടെ, അച്ഛൻ വിളിക്കാൻ പോകണ്ട. ചിലങ്ക പോകുന്നത് നോക്കി നിന്ന മഹാദേവനോട് കാർത്തി പറഞ്ഞു. അതിനുശേഷം അവനും സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി. വെറുതെ ബെഡിൽ മലർന്നു കിടക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അലച്ചിലായിരുന്നു അവൻ്റെ കൺമുന്നിൽ. ആ സമയം കുറച്ച് ദൂരെ മാറി കൊട്ടാരം പോലുള്ള ഒരു വീടിൻ്റെ അകത്തളത്തിൽ പല സാധനങ്ങളും നിലത്ത് വീണിടുന്ന ശബ്ദം മാറ്റൊലി കൊള്ളുന്നുണ്ടായിരുന്നു. ഹോളിലുള്ള പല വിലപിടിപ്പുള്ള സാധനങ്ങളും താഴെ വീണ് തകർന്നു കിടക്കുന്നുണ്ട്. കലി പൂണ്ടതുപോലെ ഉറഞ്ഞു തുള്ളുകയാണ് യമുന. മോളെ, നീയൊന്ന് അടങ്ങ്. അച്ഛനും ചെറിയച്ഛനും ഒന്നിങ്ങി വന്നോട്ടെ. യമുനയുടെ അമ്മ ലതിക അവളെ സമാശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛനും ചെറിയച്ഛനും വന്നിട്ടെന്തിനാ? എനിക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഉറപ്പിച്ചു വെച്ചിട്ടുള്ള TV വലിച്ചു തള്ളി താഴെയിടാൻ ശ്രമിക്കുന്നതിനിടയിൽ യമുന ലതികയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് അലറി വിളിച്ചു. അവരതിനൊരു വഴി കാണാതിരിക്കില്ല മോളെ, അമ്മയല്ലേ പറയുന്നേ. ആ സമയത്താണ് വീടിൻ്റെ മുറ്റത്ത് ഒരു ജിപ്സി വന്ന് നിൽക്കുന്നതും അതിൽ നിന്നിറങ്ങി മോഹനചന്ദ്രനും ജയചന്ദ്രനും അങ്ങോട്ട് കയറി വരുന്നത്. മോഹനേട്ടാ, ജയ, ഒന്നിങ്ങോട്ട് വേഗം വാ. മോളിവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് എന്നൊന്ന് നോക്കിയേ.
എന്താണെന്ന് ചോദിച്ചുകൊണ്ട് രണ്ടുപേരും ഓടി ഹാളിലേക്ക് വന്നു. അപ്പോഴേക്കും യമുന ടി വി തള്ളിയിട്ട് പൊട്ടിച്ചു കഴിഞ്ഞിരുന്നു. യമു! മോഹനചന്ദ്രൻ അലർച്ചയിൽ ആ തറവാട് തന്നെ കുലുങ്ങിപ്പോയി. ഭ്രാന്തമായ ഭാവത്തോടെ യമുന അയാൾക്ക് നേരെ തിരിഞ്ഞു. എന്തിനാ വന്നേ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ചത്തോന്ന് നോക്കാനോ രണ്ടുപേരും കൂടി വന്നത്? അവൾ ഓടി വന്നു മോഹനചന്ദ്രൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചു വലിച്ചു. എന്നോട് പറഞ്ഞതല്ല അച്ഛാ, കാർത്തിയേട്ടനെ എനിക്ക് തരാമെന്ന് പറഞ്ഞതല്ലേ. എന്നിട്ടെവിടെ? ആരെ ഓടിക്കാൻ വേണ്ടിയോ 10 ലക്ഷം കൊടുക്കാമെന്ന് അച്ഛനും ചെറിയച്ഛനും പറഞ്ഞത്? അവളെ തന്നെയല്ലേ കാർത്തിയേട്ടൻ കെട്ടിയില്ലേ? അവളെ ആ ചിലങ്കയെ കൊന്നിട്ടായാലും എനിക്കെൻ്റെ കാർത്തിയേട്ടനെ വേണമച്ചാ. മോൾ കരയാതെ, ഇതിനൊരു പ്രതിവിധി അച്ഛനും ചെറിയച്ഛനും കണ്ടുപിടിച്ചിരിക്കും. ചിലങ്കയെ തീർക്കാൻ ചെറിയച്ഛൻ ഒരാൾ മതി. ചെറിയച്ഛൻ്റെ കുട്ടിയുടെ കണ്ണുനീർ ഇവിടെ വീഴുന്നത് ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ലെന്നും അറിയില്ലേ? അവനെ വരച്ച വരയിൽ നിർത്താൻ എന്തിൽ തൊട്ടണമെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ചെറിയച്ഛന് 2 ആഴ്ചത്തെ സമയം താ, അതിനുള്ളിൽ അവൻ്റെ ഫസ്റ്റ് നൈറ്റ് ഒന്ന് നടക്കാൻ പോകുന്നില്ല. മോഹനചന്ദ്രനെ പിന്നിലേക്കാക്കി ജയചന്ദ്രൻ മുന്നോട്ട് കയറി യമുനയെ ചേർത്ത് പിടിച്ചും കൊണ്ട് പറഞ്ഞു, ഏട്ടത്തി ഇവളെയും കൊണ്ട് റൂമിലേക്ക് പോ. ഞങ്ങൾ കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാക്കട്ടെ. അതോടെ ലതിക വന്ന് യമുനയെ ചേർത്ത് പിടിച്ചും കൊണ്ട് റൂമിലേക്ക് നടന്നു. അമ്മയോടൊപ്പം നടക്കുമ്പോൾ അവൾ അച്ഛനെ തിരിഞ്ഞു നോക്കി. അച്ഛനെല്ലാം ശരിയാക്കാമെന്ന് അയാൾ കണ്ണുകൾ കൊണ്ട് ഉറപ്പു നൽകി. ഏട്ടൻ എന്ത് തീരുമാനിച്ചു? നമുക്ക് മുന്നിൽ സമയമില്ലെന്ന് ഓർക്കണം. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം വേണം, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് കളിച്ചതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാകും. അടുത്ത മാസം 14-നാണ് രജിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ തീർക്കേണ്ടവരെയെല്ലാം തീർക്കണം. ഇന്നത്തോടെ ചിലങ്കയുടെ ശല്യം തീരുമെന്ന് കരുതി. യമുനയ്ക്ക് കാർത്തികിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവനെ കൊല്ലേണ്ടെന്ന് തീരുമാനിച്ചത്. പിന്നെ ആ പെണ്ണ് നദി, അവളന്ന് വിഷം കഴിച്ചപ്പോൾ മരിക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ ഭാരമൊഴിഞ്ഞനെ. എന്തായാലും 2 ആഴ്ചക്കുള്ളിൽ മുന്നിലെ തടസ്സങ്ങളെയെല്ലാം വെട്ടിയരിഞ്ഞു മാറ്റണം. ഏട്ടൻ പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്യാൻ ഞാൻ റെഡിയാണ്. കാർത്തിയെ യമുനയ്ക്കായി മാറ്റി നിർത്തേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ചെറിയൊരു സൂചന ലഭിച്ചാൽ ചെക്കൻ്റെ പ്രതികരണം എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ദത്തനെ കാണിച്ചത് കണ്ടില്ലേ? ഇക്കണക്കിന് സിദ്ധാർത്ഥിന് രക്ഷയുണ്ടെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? അവനെ വിലക്കെടുത്തവൻ നമ്മളാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ അടിവേര് മാന്തി നോക്കും കാർത്തി, സംശയം വേണ്ട. മോഹനചന്ദ്രൻ കനത്തിൽ മൂളി. തുടരും കഥയുടെ അടുത്ത ഭാഗം.